ഇന്നൊരു ഹോളിഡേ ആയിട്ട് ഞാനും ഐശ്വര്യയും കൂടെ നേരെ പോകുന്നത് തിരുവനന്തപുരം ലുലു മോളിലോട്ടാണ്. വെറുതെയല്ല, ഇന്ന് ഞങ്ങളുടെ പോക്കിനൊരു കാര്യം കൂടെയുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഐശ്വര്യയും ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഏകദേശം 9 വർഷമായിട്ട് എനിക്ക് ഐശ്വര്യയെ നന്നായിട്ട് അറിയാം. അതുപോലെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ആതിര. ഒരു 5 വർഷത്തോളം ഞാനും ഐശ്വര്യയും ആതിരയും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. ഇടയ്ക്ക് വെച്ച് ആതിര റിസൈൻ ചെയ്ത് ജർമ്മനിയിൽ സ്റ്റാഫ് നഴ്സായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയെങ്കിലും ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞെങ്കിലും നമ്മൾ തമ്മിലുള്ള കോൺടാക്റ്റിന് യാതൊരുവിധ കുറവും വന്നിട്ടില്ല. എപ്പോൾ ലീവിന് വന്നാലും ആതിര ഞങ്ങളെയൊക്കെ മീറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ കോൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ 3 പേരുടെ ഒരു സന്തോഷം. ആതിര നാട്ടിലോട്ട് വരുന്നു എന്ന് പറയുമ്പോഴേ ഞങ്ങൾ എല്ലാ വട്ടവും ഓരോ സ്ഥലങ്ങൾ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും, ഇന്ന സ്ഥലത്ത് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ വർഷം ആതിര നല്ല ബിസി ആയിരുന്നു. മാർച്ച് ആയത് കാരണം ഓഫീസിൽ ഞങ്ങൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അവസാനം ഓരോ ദിവസവും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എന്തായാലും ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ അത് ലുലുവിലാവാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ലുലു തന്നെ സെലക്ട് ചെയ്തത്. കാര്യം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മൾ എന്തെങ്കിലും ഹോളിഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ 3 പേരോട് പോയി സ്പെൻഡ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ലുലു. സോ ഞങ്ങൾക്ക് ലുലു കുറച്ച് സ്പെഷ്യലാണ്. വന്നപാടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എവിടെയായിരുന്നു, ആതിരയും മോള് ഹസ്ബൻഡ് കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലുലു ഫാഷനിലും സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ഞങ്ങളുടെ 3 പേരുടെയും ഒരു വീക്ക്നെസ് ആണ്, എസ്പെഷ്യലി ആതിരയുടെ. അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. പാരഗണിൽ നിന്നാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ പിന്നെ ചെറിയൊരു പർച്ചേസിംഗ് കൂടെ നടത്താമെന്ന് കരുതി ഒരു റൗണ്ട് ഓടിപ്പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. സമയം പോയതേ അറിഞ്ഞില്ല. ഏകദേശം ഒരു 5 മണി ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും പോകാൻ സമയമായി, ഞങ്ങൾക്കും ഇറങ്ങാറായി. ഇനി അടുത്ത പ്രാവശ്യം ആതിര വരുമ്പോൾ കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് നമുക്ക് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.